മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. 250 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച ഈ മഹോത്സവത്തിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്. ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ചടങ്ങ് ചരിത്രപരവും ആത്മീയവുമായി ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹമായ ജൂന അഖാഡയാണ് ഈ കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്നുപോയ മാമാങ്കത്തിന്റെ ആത്മീയ വശമായ മാഘമഹോത്സവം ഏകദേശം 2.5 നൂറ്റാണ്ടിനു ശേഷമാണ് ഇവിടെ പുനർജനിക്കുന്നത്. 2026 ജനുവരി 19 കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ധർമ്മധ്വജ ആരോഹണം നിർവഹിച്ചതോടെയാണ് ഉത്സവത്തിന് ഔദ്യോഗിക തുടക്കമായത്. ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൽ പ്രതിദിനം 50,000-ഓളം ഭക്തർ എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭക്തരുടെ തിരക്ക് പരിഗണിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താത്കാലിക പാലത്തിന്റെ സുരക്ഷാ പരിശോധന നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ പോലീസ് സന്നാഹവും വോളണ്ടിയർ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് മാഘസ്നാനത്തിനായി പ്രത്യേകം ഘാട്ടുകളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നദിയുടെ ശുചിത്വം ഉറപ്പുവരുത്താനായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഫെബ്രുവരി 3 നടക്കുന്ന അമൃതസ്നാനത്തോടും യതിപൂജയോടും കൂടി മഹോത്സവം സമാപിക്കും. കാശിയിലെ ഗംഗാ ആരതിയുടെ മാതൃകയിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന നിള ആരതി ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. മാമാങ്കം നടന്ന മണ്ണിൽ വീണ്ടും സന്യാസിമാരുടെയും വേദമന്ത്രങ്ങളുടെയും സാന്നിധ്യം തിരുനാവായയെ ഒരു ആത്മീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്.